ഹലോ വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു മഷ്റൂം ഡെസ്ക് ഡെക്കോറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു കാർഡ്ബോർഡ് പീസ് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ബേസ് പോർഷന് വേണ്ടിയിട്ട്. എന്നിട്ടതൊരു A4 ഷീറ്റ് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ബേസ് പോർഷൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മഷ്റൂമിന് വേണ്ടിയിട്ട് ഞാൻ 2 പെന്നിൻ്റെ ക്യാപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ കുപ്പിക്കൊക്കെ അകത്ത് വെക്കുന്ന അടപ്പുണ്ട്, അതും എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ടിഷ്യൂ പേപ്പർ വേണം, ഗ്ലൂ വേണം. ബാക്കിയൊക്കെ വഴിയേ പറയാം. അപ്പോൾ നമുക്ക് ഗ്ലൂ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ഡയറക്റ്റായിട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്യുമല്ല, നമ്മളത് വാട്ടറുമായിട്ട് മിക്സ് ചെയ്ത് ഡൈല്യൂട്ട് ചെയ്തിട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു കൺസിസ്റ്റൻസി, വാട്ടറി കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഷേപ്പിൽ അതിനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. പിന്നെ ടെക്സ്ചറൊക്കെ വരാൻ വേണ്ടിയിട്ട് ബ്രഷ് വെച്ചിട്ട് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ക്യാപ്പിനെ ടിഷ്യൂ പേപ്പറിലൊന്ന് റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഗ്ലൂ ത്രൂ ഔട്ട് അതിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ത്രൂ ഔട്ട് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ബ്രഷ് വെച്ചിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് അതിനെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ടെക്സ്ചറൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക്. അപ്പോൾ മാക്സിമം ബ്രഷ് വെച്ചിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതേപോലെ നമ്മൾ മഷ്റൂമിൻ്റെ ക്യാപ്പും കൂടെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് അടപ്പെടുത്തിട്ട് അതിനെയും ടിഷ്യൂ പേപ്പറിൽ റാപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ഫുള്ള് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പിൽ അതിനെ കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ 2 ക്യാപ്പും 2 അടപ്പും ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിനെ നമ്മളൊന്ന് വെയിലത്ത് വെച്ചിട്ടൊന്ന് ഉണക്കിയെടുക്കണം. നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കണം. കാരണം ഇതൊരു വാട്ടറി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഡ്രൈ ആകാൻ കുറച്ച് സമയം എടുക്കും. വെയിലത്ത് വെച്ചാൽ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. പിന്നെ അത് കഴിയുമ്പോഴത്തേക്ക് നമ്മളിതിനൊന്ന് പെയിൻ്റ് അടിച്ച് റെഡിയാക്കി എടുക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ 2 പോർഷനും പെയിൻ്റൊക്കെ അടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഇതേ. അപ്പോൾ നമ്മുടെ സ്റ്റെമ്മും മഷ്റൂമിൻ്റെ ക്യാപ്പും ബേസ് പോർഷനും എല്ലാം റെഡിയാണ്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്യുന്ന കാര്യം കൂടി ഉള്ളൂ. അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. പീസ് സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ ഒരു തീർന്ന സെല്ലോ ടേപ്പിൻ്റെ ഒരു ഇതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ഞാനൊന്ന് ബേസ് പോർഷനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. വെറുതെ വെക്കുന്നതിലും കുറച്ചുകൂടെ ഒരു ഹൈറ്റിലിരിക്കുമ്പോൾ കുറച്ച് ഭംഗിയാണോ എന്ന് ഓർത്തു. സോ അതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതേപോലെ നമ്മൾ മഷ്റൂമിൻ്റെ സ്റ്റെമ്മിലേക്ക് മഷ്റൂമിൻ്റെ ക്യാപ്പും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഗ്ലൂ വെച്ചിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്.
നമ്മൾ 2 മഷ്റൂമും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബേസിലേക്ക് ഇതിനൊന്ന് അറ്റാച്ച് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഗ്ലൂ വെച്ചിട്ടൊന്ന് ബേസ് പോർഷനിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 2 മഷ്റൂമും ബേസ് പോർഷനിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നി എൻ്റെ ബേസിൻ്റെ കളറൊന്ന് മാറ്റാമെന്ന്. അപ്പോൾ ആദ്യം ഞാനൊരു മണ്ണിൻ്റെ കളറായിരുന്നു കൊടുത്തിരുന്നത്. പിന്നെ എനിക്കതൊരു ഗ്രീൻ കളർ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. പക്ഷേ അതൊരു മണ്ടത്തരമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ബേസിൻ്റെ കളർ ചൂസ് ചെയ്യുക. എന്നിട്ട് അത് അടിച്ചു കൊടുത്തിട്ട് ഇതൊക്കെ ഒട്ടിക്കാവുള്ളതാണ്. ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അടിക്കാൻ കുറച്ച് പാടാണ്. അപ്പം പിന്നെ വലിയ പെർഫെക്ഷനോടുകൂടി ഒന്നും വേണ്ടാഞ്ഞതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചുമ്മാ ഒരു ടെക്സ്ചർ പോലെ ഇങ്ങനെ കൊടുത്ത് പോവുമായിരുന്നു. സോ അപ്പോൾ ഇതാണ് നമ്മുടെ മഷ്റൂമിൻ്റെ ഫൈനൽ ലുക്ക്. സോ അപ്പോൾ നമ്മുടെ മഷ്റൂം ഡസ്റ്റ് ഡെക്കോറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ അറിയിക്കുക. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.